ഓഡിറ്റിംഗ് സംവിധാനം ക്രമപ്പെടുത്തി നഷ്ടത്തിലായ സഹകരണ ബാങ്കുകളെ ലാഭത്തിലാക്കാനുള്ള നടപടികൾ സ്വീകരിച്ച് സഹകരണ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി എം ലിജു. തഴവ സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നിലനിൽപ്പിന് സഹകരണ പ്രസ്ഥാനങ്ങൾ അനിവാര്യമാണ്. സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രവുമാണ്. സഹകരണ ബാങ്കുകളുടെ ഓഡിറ്റ് ഫീസ് സർക്കാർ കുറച്ചെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നിലനിൽപ്പിന് സഹകരണ പ്രസ്ഥാനങ്ങൾ അനിവാര്യമാണ്. സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രവുമാണ് സഹകരണ സ്ഥാപനങ്ങൾ. സഹകരണ ബാങ്കുകളുടെ ഓഡിറ്റ് ഫീസ് സർക്കാർ കുറച്ചിട്ടുണ്ട്. സഹകരണ പ്രസ്ഥാനങ്ങളുടെ പുനരുദ്ധാരണ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി എം ലിജു പറഞ്ഞു. തഴവ സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു മേഖലയാണ് സഹകരണ മേഖല. സംസ്ഥാനത്തിന്റെ സഹകരണ വകുപ്പ് മന്ത്രിയെ ചുമതല ഏറ്റെടുത്തതിനു ശേഷം ഇപ്പോൾ മെയ് മാസം 18-ാം തീയതി ആയിരുന്നു മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതുവരെയുള്ള ദിവസങ്ങളിൽ ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വകുപ്പിനെ കുറിച്ച് പഠിക്കാനും ഈ വകുപ്പിന്റെ സാധ്യതകളും അതോടൊപ്പം വെല്ലുവിളികളും പഠിക്കാൻ വേണ്ടിയാണ് ആദ്യ സമയങ്ങൾ മുഴുവൻ ചിലവഴിച്ചത്. ചില പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായും സഹകാരികളുമായും ജീവനക്കാരുമായും മാധ്യമപ്രവർത്തകരും പെൻഷൻകാരും തുടങ്ങി എല്ലാ ആളുകളുമായി സംസാരിച്ച് കുറെ ആളുകളുടെ ഡിപ്പോസിറ്റ് തുക തിരികെ കൊടുക്കാൻ ഉണ്ടാകാൻ കഴിയാത്ത തട്ടിപ്പുകളും ഉണ്ടായി. പക്ഷേ ആ തട്ടിപ്പുകൾ കൊണ്ട് മാത്രം കേരളത്തിന്റെ സഹകരണ മേഖല തകർന്നു എന്ന് പറയാൻ സാധിക്കുന്നു. കുറെ പ്രതിസന്ധികൾ ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മളെ സംബന്ധിച്ച് അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം. കാരണം പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഒരു വർഷം 3,65,000 കോടി രൂപയുടെ ബിസിനസ്സാണ് കേരളത്തിന്റെ സഹകരണ മേഖല നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖല കേരളത്തിന്റെ നട്ടെല്ലാണ്. നമുക്കിതിനെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാം. അതിനാവിഷ്കരിക്കുന്ന പദ്ധതികൾ ഗവൺമെന്റ് ആവിഷ്കരിച്ചു വരികയാണ്. അപ്പൊ തന്നെ ഇപ്പൊ 1 ടൈം സെറ്റിൽമെന്റിന്റെ കാര്യം സ്വാഗത പ്രാസംഗികൻ പറഞ്ഞു. എനിക്ക് കുറച്ച് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സഹകരണ മേഖലയിലെ നമ്മുടെ ഒരു റീപേയ്മെന്റ് കൾച്ചറെ കുറച്ച് പ്രശ്നം തന്നെയാണ്. സത്യമാണ്. CR മഹേഷ് MLA അധ്യക്ഷത വഹിച്ചു. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ, തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R സുജ, വൈസ് പ്രസിഡന്റ് നിസാം തോപ്പിൽത്തറയിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം നജീബ് മണ്ണേൽ, തഴവ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബിജു, സുമ, അമ്പിളി, തഴവ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പാവുമ്പ B അനിൽ, വിവിധ സർവീസ് സഹകരണ ബാങ്ക് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ.